കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 44. രചന ശാലിനി ഇ. എ. ചിറ്റൂർ മംഗലത്തുള്ളവർ തിരിച്ചുപോയിട്ടും ജ്വാലയുടെ ഉള്ളിൽ നടുക്കം മാറിയിരുന്നില്ല. ശാരദാ മാഡം പറഞ്ഞതിൻ്റെ അർത്ഥമെന്താ? തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കുന്ന അവസ്ഥയായില്ലേ തനിക്ക്? അവർ തൻ്റെ അരികിലിരുന്നത് കൊണ്ടാണ് ആ കർച്ചീഫ് അവരുടേതാകുമെന്ന് താൻ തെറ്റിദ്ധരിച്ചത്. എത്ര വേഗമാണ് മകൻ്റെ പെർഫ്യൂമിൻ്റെ ഗന്ധം അവർ തിരിച്ചറിഞ്ഞത്. അവർക്ക് മുന്നിൽ താനൊരു മോശം പെണ്ണായി മാറിയല്ലോ ഭഗവാനെ. കാളിന്തിയുടെ ഏട്ടനെ താൻ മറ്റൊരു രീതിയിൽ കണ്ടിട്ടില്ലെന്ന് അവരെ എങ്ങനെ വിശ്വസിപ്പിക്കുക? ഇറങ്ങുന്ന നേരത്ത് അവരതെങ്ങാനും അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ടാവുമോ? അല്ലെങ്കിൽ തന്നെ അന്നത്തെ രാത്രിയിൽ അച്ഛൻ്റെ മനസ്സിൽ സംശയം കയറിയതാണ്. ഇതും കൂടി അയാൾ തീർന്നു. ഇത്രയും ആലോചിച്ചപ്പോഴേക്കും അവളൊന്നു ദീർഘശ്വാസം വലിച്ചു. താനെന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതിന് മാത്രം ഇവിടെ ഇപ്പോൾ എന്തുണ്ടായി? പരിചയമുള്ള ഒരാൾ സുഖമില്ലാത്ത ആളെ കാണാൻ വന്നു, അത്രയല്ലേ ഉള്ളൂ. തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടതില്ലെന്ന് അച്ഛൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളതല്ലേ. അങ്ങനെ മാറി ചിന്തിച്ചപ്പോൾ അവളുടെ മനസ്സിനൊരു ആശ്വാസം കിട്ടി. എന്നാലും ഈ കടുവ എന്തിനാ രാത്രിയിൽ മതിലും ചാടി ടെറസിൽ കയറി ബാൽക്കണിയിലൂടെ താഴോട്ടിറങ്ങി തന്നെ കാണാൻ വന്നത്? ഇത്രയും റിസ്ക് എടുക്കാൻ മാത്രം അയാൾക്ക് താനാരാ? മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്ന പുരുഷൻ രാത്രിയിൽ ഇത്രയും റിസ്ക് എടുത്ത് തൻ്റെ അരികിൽ വരുന്നത് എന്തിനാണ്? അങ്ങേർക്ക് മാധവ് സാറിനെയും അല്ല വല്യേട്ടനെയും കൂട്ടി വരമായിരുന്നില്ലേ? വലിയേട്ടൻ്റെ കൂടെ വന്നാൽ അച്ഛൻ എന്തായാലും വഴക്ക് പറയില്ല. എന്തായാലും ഇനിയൊരു വരവ് ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. അന്ന് അച്ഛൻ കാണിച്ചു കൊടുക്കാതിരുന്നത് കൊണ്ടല്ലേ റിസ്ക് കൊടുത്ത് മതിലും ചാടി വന്നത്. ജ്വാല മനസ്സിന് അങ്ങനെ ആശ്വാസം കൊടുത്തു. ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നതിനിടയിലാണ് സുനന്ദ ചൂടുവെള്ളം കൊണ്ട് റൂമിലേക്ക് വന്നത്. മേല് തുടച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റാം, ആൾക്കാരൊക്കെ വരുന്നതല്ലേ, മണമെടുക്കും. മണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് രാവിലെ മുതൽ ഈ മുറിക്കുള്ളിൽ ഒരു പ്രത്യേക മണമുണ്ടല്ലോ, എന്തിൻ്റെയാ ജ്വാലമോളെ? അമ്മ അത് ചോദിച്ചും അവളുടെ നെഞ്ചിലൊരു വെള്ളിടി വെട്ടി. ശ്വാസമെടുക്കാൻ പറ്റാത്ത പോലെയുള്ള പരവേശം. അതമ്മേ, 2 ദിവസമായിട്ട് എനിക്ക് വയറ്റിന്ന് ശരിക്കും പോകുന്നില്ലായിരുന്നു. ഇടയ്ക്കെല്ലാം അറിയാണ്ട് ഗ്യാസ് പോകുന്നുണ്ട്. ആ അതിൻ്റെയാവും, അവൾ പരിഭാഷത്തോടെ പറഞ്ഞു. അത് കേട്ടതും സുനന്ദ പൊട്ടിച്ചിരിച്ചു. ശരിക്കും വയറ്റിന്ന് പോകാത്ത നിനക്ക് ഇത്രയും നല്ല മണാണോ ഗ്യാസായി പോണത്? എന്നാൽ പിന്നെ നിന്നെ എല്ലാ റൂമിലും കൊണ്ട് കിടത്തിയിട്ട് തന്നെ കാര്യം. എല്ലായിടത്തും നിൻ്റെ ഗ്യാസിൻ്റെ മണം പരക്കട്ടെ. അത്ര വിൽപ്പനക്കാരറിയണ്ട, കൊള്ളവില കൊടുത്ത് നിന്നെ അങ്ങ് കൊണ്ടുപോകും. പറഞ്ഞു കഴിഞ്ഞിട്ടും സുനന്ദ ചിരിക്കുകയാണ്. എന്നാൽ അമ്മയുടെ ചിരി കേട്ടിട്ടൊന്നും ജ്വാലയ്ക്ക് ചിരി വന്നില്ല. അവളുടെ മുഖത്തപ്പോഴും പരിഭ്രമമാണ്. നിനക്ക് വയറ്റിന്ന് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഡോക്ടർ വന്നപ്പോൾ പറയാമായിരുന്നില്ലേ ജ്വാല? അവരെന്തെങ്കിലും മരുന്ന് കുറിച്ച് തരുമായിരിക്കും. അത് സാരമില്ല, 2 ദിവസം കഴിഞ്ഞാൽ ശരിയാവും. നോക്കട്ടെ എന്തെങ്കിലും കുറുകൗശലം ഉണ്ടോന്ന്. എന്നിട്ട് വേണം ഇങ്ങനെയുള്ള അവസ്ഥയിൽ എനിക്ക് വയറിലേക്ക് പോകാൻ. ആ പറഞ്ഞത് തൊണ്ടക്കുഴി വരെ വന്നതേയുള്ളൂ, പുറത്തേക്ക് പറഞ്ഞില്ല. സുനന്ദ വേഗം അവളുടെ ഡ്രസ്സെല്ലാം മാറ്റി തുണി മുക്കി ചെറു ചൂടുവെള്ളത്തിൽ നന്നായി തുടച്ചു കൊടുത്തു. അതിനുശേഷം ഒരു പാവാടയും സത്യനാഥൻ്റെ ഒരു ഷർട്ടും ഇട്ടുകൊടുത്തു. ഊരാനും ഇടാനും എല്ലാം അതാണ് സുഖമെന്ന് അറിയുന്നതിനാണ് സുനന്ദ ഇത് ഇട്ടുകൊടുത്തത്. അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് അച്ഛനും ചെറിയച്ഛനും മക്കളും 2 പേരും കൂടി ഓഫീസ് റൂമിലിരുന്ന് കുറച്ചു നേരം ബിസിനസ് ചർച്ചകൾ ചെയ്തതിന് ശേഷം റൂമിലെത്തി ലാപ്പിൽ എന്തൊക്കെയോ ഫയലുകൾ ചെക്ക് ചെയ്യുകയായിരുന്നു കാളിദാസ്. അപ്പോഴാണ് തൻ്റെ കാഴ്ചയെ മറച്ചുകൊണ്ട് എന്തോ മുന്നിൽ നിൽക്കുന്നത് പോലെ കാളിദാസിന് തോന്നിയത്. അതെന്താണെന്നറിയാനായി അവൻ തലചരിച്ചു നോക്കിയതും ഒരു കർച്ചീഫും നീട്ടിപ്പിടിച്ച് അമ്മ നിൽക്കുന്നതാണ് അവൻ കണ്ടത്. അവനൊന്നും മനസ്സിലാകാതെ അമ്മയുടെ മുഖത്തേക്കും കർച്ചീഫിലേക്കും മാറി മാറി നോക്കി. ഇതെന്താ? അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. ഇതൊരു കർച്ചീഫാണ്. ഈ ബ്രാൻഡ് കണ്ടാൽ അറിയില്ലേ ഇത് എൻ്റേതാണെന്ന്? അവനത് കയ്യിൽ വാങ്ങി തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കറിയാം ഇത് നിൻ്റെയാണെന്ന്, എന്നാൽ നീ തന്നെ അത് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അമ്മയുടെ മുഖത്ത് ഗൗരവം കണ്ട് അവൻ്റെ നെറ്റി ചുളിഞ്ഞു. ശാരദമ്മയ്ക്ക് എന്താ അറിയേണ്ടത് ഇത് എൻ്റെ കർച്ചീഫാണോ എന്ന്? ഇതെൻ്റെ കർച്ചീഫാണ്. ഈ ബ്രാൻഡ് ഞാൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ നിൻ്റേതെന്ന് പറയുന്ന ഈ കർച്ചീഫ് എനിക്ക് കിട്ടിയത് ജ്വാലയുടെ വീട്ടിലെ ജ്വാല കിടക്കുന്ന ബെഡിൽ നിന്നാ. മാധവോ നീയോ ബാലുവോ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിൽ വന്നതിന് ശേഷം അവിടേക്ക് വന്നിരുന്നോ എന്ന് ഞാൻ അവളുടെ അച്ഛനോട് ചോദിച്ചിരുന്നു. മാധവ് കൊടുന്നാക്കി പോയി, വേറെ ആരും വന്നില്ലെന്നാണ് അവരുടെ അച്ഛൻ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നിൻ്റെ കർച്ചീഫ് എങ്ങനെ അവിടെ എത്തി? അമ്മ ജ്വാലയുടെ വീട്ടിൽ പോയിരുന്നോ? അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവൻ അമ്മയോട് തിരിച്ചു ചോദിച്ചു. പോയി. ഈ റൂമിൽ കയറിയതുപോലെയുള്ള മണമായിരുന്നു ജ്വാലയുടെ റൂമിൽ കയറിയപ്പോൾ. അപ്പോഴേ എനിക്ക് എന്തോ പന്തികേട് മണത്തു. അവളുടെ ബെഡിൽ അവളുടെ അരികിലാണ് ഞാൻ ഇരുന്നിരുന്നത്.
തിരിച്ചു പോരാൻ നേരം അവളാണ് ഇത് മാഡത്തിൻ്റെ അല്ലേ എന്ന് ചോദിച്ച് ഈ കർച്ചീഫ് എടുത്ത് എനിക്ക് തന്നത്. ഈ പെണ്ണ് മനുഷ്യനെ നാണം കെടുത്താൻ. അവൻ ലാപ്പിലേക്ക് നോക്കി പിറുപിറുത്തു. നീ എന്തെങ്കിലും പറഞ്ഞോ കാളി? ഞാനവിടെ പോയിരുന്നു എന്ന് പറഞ്ഞതാ. എന്നിട്ടാണോ അവിടെ അച്ഛനും അമ്മയും നീ അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞത്? അമ്മയുടെ ചോദ്യത്തിന് മറുപടി പറയാതെ അവനൊന്ന് ചിരിച്ചു കാട്ടി. ചിരിച്ചിട്ടൊന്നും കാര്യമില്ല, എനിക്ക് സത്യം അറിയണം. അമ്മ ഇരിക്കെ, പറയാനാണെങ്കിൽ ഒരുപാട് പറയണം. അവൻ ലാപ്പ് അടച്ച് മടിയിൽ തന്നെ വെച്ചുകൊണ്ട് ബെഡിൽ ചമ്മറം പണിഞ്ഞിരുന്നു. അവന് ഓപ്പോസിറ്റായി ശാരദയും ബെഡിലേക്ക് ഇരുന്നു. അമ്മയ്ക്ക് എന്താ അറിയേണ്ടത്? ഞാൻ ജോലിയുടെ വീട്ടിൽ പോയിരുന്നോ എന്നല്ലേ? പോയിരുന്നു. ഞാൻ അവളെ കാണാൻ ചെല്ലുന്നത് അവളുടെ അച്ഛന് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മതിൽ ചാടി ടെറസിലെ ബാൽക്കണി വഴി താഴേക്ക് ഇറങ്ങിയാണ് ഞാൻ അവളെ കാണാൻ പോയത്. ശാരദ വായ് തുറന്ന് പിടിയുന്നു. നീ ചെല്ലുന്നത് അവളുടെ അച്ഛൻ ഇഷ്ടപ്പെടാതിരിക്കാൻ കാരണം എന്താ? നിന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും കുരുത്തക്കേട് മുൻപുണ്ടായിട്ടുണ്ടോ? എന്താ ഉണ്ടായത്? അത് പിന്നെ ഞാനൊരു ദിവസം രാത്രി അവളെയും വിളിച്ചിറക്കി ബീച്ചിൽ പോയി തിരിച്ചു കൊണ്ടാക്കിയത് അവളെ തിരഞ്ഞു നടക്കുന്ന അയാളുടെ മുന്നിലേക്കാണ്. അതിൻ്റെ പേരിലാണ് ഇന്ദുമോളുടെ ട്യൂഷൻ മുടങ്ങിയത്. നീ എന്തൊക്കെയാണ് കാളി പറയുന്നത്? അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ? അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ടമ്മേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇഷ്ടത്തിലല്ലാതെ പെൺകൊച്ചി പാതിരാത്രിയിൽ നീ വിളിച്ചാൽ ഇറങ്ങി വരുമോ? അവൻ അവളെ കണ്ടുമുട്ടിയത് മുതൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ അമ്മയോട് തുറന്നു പറഞ്ഞു. നീ എന്തൊക്കെയാ കാണിച്ചു വെച്ചിരിക്കുന്നു കാളി? അന്ന് അവളെ തട്ടിയിട്ടത് നീയായിരുന്നോ? തട്ടിയിട്ടതും പോരാഞ്ഞിട്ട് വീട്ടിൽ പോയി ചീത്ത വിളിച്ച് സാരിയും വാങ്ങിക്കൊണ്ട് ചെന്നിരിക്കുന്നു. എല്ലാ കഥകളും കാണുന്ന പോലെ ദേഷ്യം പിന്നെ പ്രണയമായി മാറി. അവിടെ നീ കള്ളത്തരം കാണിക്കുന്നു. മറ്റൊരു പെണ്ണിനെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ കണ്ണിൽ പൊടിയിട്ടല്ലേ? പറഞ്ഞതനുസരിച്ച് അവൾ എൻ്റെ നന്ദിനിയുടെ മോളാ. നന്ദിനിക്ക് ഇപ്പോഴും അറിയാത്ത അവളുടെ മരിച്ചുപോയ കുഞ്ഞ്. അവളെ നിൻ്റെ ജീവിതത്തിൽ പാതിയാക്കാൻ നീ തീരുമാനിച്ചാൽ ഞാൻ സന്തോഷത്തോടെ അതിനെ സ്വീകരിക്കും കാളി. ശാരദ വികാരാധീനയായി പറഞ്ഞു. പ്രണയവും വിവാഹവും ഒന്നുമല്ലമ്മ ഇപ്പോഴത്തെ പ്രധാന കാര്യം. അവളുടെ ജീവൻ സംരക്ഷിക്കുക എന്നതാണ്. ഇപ്പോഴുണ്ടായ ആക്സിഡൻറ്റിൻ്റെ യാദൃശ്ചികമായി ഉണ്ടായതല്ല. അവൾക്ക് പിന്നിൽ കൊലയാളികളുണ്ട്. മുഴുവൻ പറഞ്ഞില്ലെങ്കിലും ചില കാര്യങ്ങൾ അവൻ അമ്മയോട് പറഞ്ഞു. അതിന് പോംവഴി ഒന്നേ ഉള്ളൂ മോനെ. നിങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കണം. ഞാൻ വിവരങ്ങളെല്ലാം അച്ഛനോട് പറയാം. ഇക്കാര്യത്തിൽ അദ്ദേഹം എതിര് പറയില്ലെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വിവരങ്ങളെല്ലാം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞതാണമ്മേ. വിവാഹത്തിനോടൊന്നും അച്ഛന് എതിർപ്പില്ല. പിന്നെ ആർക്കാ എതിർപ്പ്? എല്ലാം കലങ്ങി തെളിയട്ടെ, എന്നിട്ടാവും വിവാഹം. അവളുടെ വീട്ടിനുള്ളിൽ വെച്ച് അവളെ ആരും ഒന്നും ചെയ്യില്ല. എന്നാൽ പ്ലാസ്റ്ററൊക്കെ വെട്ടി വീണ്ടും കോളേജിൽ പോയി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. അവൾക്ക് പിന്നാലെ ഇനി ഞാനുണ്ടാകും. അവൾക്ക് പിന്നാലെയും അവർക്ക് പിന്നാലെയും. അമ്മ ഇനി ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയോ ചിന്തിക്കുകയോ വേണ്ട. കാരണം ജോലിയുടെ മനസ്സ് സ്വയം എന്നെ എന്നാണ് അവളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അന്ന് നമുക്ക് ആലോചിക്കാം വിവാഹത്തെക്കുറിച്ച്. അതുവരെ അവൾ എന്നെ ആരായിട്ടാണോ കാണുന്നത് അതുപോലെ തന്നെ നടക്കട്ടെ. മാധവി എല്ലാം കേട്ട് തരിച്ചിരിക്കുകയാണ്. അമ്മാവനും മകനും എന്തൊക്കെയാ തട്ടിപ്പുകൾ ഉണ്ടെന്നറിയാം. പക്ഷേ അവളെ കൊല്ലാൻ മാത്രം? കണ്ടുപിടിക്കണം മാധവ്. എല്ലാം കോർത്തിണക്കി നോക്കിയാൽ എല്ലാത്തിൻ്റെയും പിന്നിൽ അയാളാണെന്ന് വ്യക്തമാകും. അന്നത്തെ ആ കുഞ്ഞുങ്ങളുടെ ആക്സിഡൻറ്റിൽ നിങ്ങൾ കുടുംബത്തോടൊപ്പം മരിക്കേണ്ടതായിരുന്നു. അതുപോലെ ആകാശിൻ്റെ ആക്സിഡൻറ്റ്. ഇതിലെല്ലാം പിന്നിൽ അയാൾക്ക് പങ്കുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. നിന്നോട് നിൻ്റെ കുടുംബത്തോടും അയാൾക്കുള്ള പക എന്താണെന്ന് കണ്ടെത്തണം ആദ്യം. ജോല ബെഡിൽ നിന്നും എഴുന്നേൽക്കുന്നത് വരെ നമുക്ക് സമയമുണ്ട്. അതിനിടയിൽ ആകാശിനെ ഒരിക്കലും അയാൾ കണ്ടെത്താൻ ഇടവരരുത്. അത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സൂരജുമായിട്ടുള്ള നിൻ്റെ പെങ്ങളുടെ കല്യാണത്തെക്കുറിച്ച് എന്ത് തീരുമാനിച്ചു? കാളി അത് ചോദിച്ചതും അവൻ അല്പസമയം മിണ്ടാതിരുന്നു. ഞാൻ വഴക്കിലൊന്നും നിൽക്കുന്നില്ല. ഞങ്ങൾക്ക് ആ ബന്ധത്തോട് താല്പര്യമാണ് എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ. അടുത്ത വർഷം കഴിഞ്ഞാൽ കല്യാണം നടത്തണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കല്യാണക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ അമ്മാവൻ തന്നെ മുന്നിട്ടിറങ്ങാതെ ഈ കല്യാണം നടക്കില്ല. അങ്ങനെ അയാൾ മുന്നിട്ട് വരുന്ന പക്ഷം ഞങ്ങളുടെ കല്യാണവുമായി മുന്നോട്ട് പോകും. കല്യാണത്തിന് ദിവസങ്ങളുള്ളപ്പോൾ അവനെ ഞാൻ പൂട്ടും. പിന്നീട് കല്യാണക്കാര്യവും പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ പൂട്ടും. മാധവ് പറയുന്നത് കേട്ട് ചിന്തിച്ചിരിക്കുകയാണ് കാളിദാസ്. കൂടെ ബാലുവുമുണ്ട്. മാധവ് കോളേജിൽ നിന്നും പോകുമ്പോൾ കാളിദാസ് ഓഫീസിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. ഹൃദയെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷമാണ് മാധവ് ഓഫീസിലേക്ക് തിരിച്ചു വന്നത്. അന്നേരം തുടങ്ങിയ ചർച്ചയാണ്. ഹൃദയ്ക്ക് എങ്ങനെ സൂരജിന് ഇഷ്ടമാണോ? ബാലുവിൻ്റേതാണ് ആ ചോദ്യം. ആദ്യമൊന്നും അവൾക്ക് എതിർപ്പില്ലായിരുന്നു. പിന്നീട് അവൾ തന്നെയാണ് സൂരജിനെ ചുറ്റി കളികൾ കണ്ടുപിടിച്ചത്. എന്നോട് പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടില്ലായിരുന്നു.
മറ്റേതെങ്കിലും ഇഷ്ടം മനസ്സിൽ കയറിയപ്പോൾ അവനെ തള്ളിക്കളയാൻ നോക്കൂ എന്നതാണെന്ന് ഞാൻ കരുതി. ആദ്യമായി വരുന്ന ആലോചന പോലെ വല്യേട്ടൻ സൂര്യേച്ചേട്ടനെ കുറിച്ച് നന്നായി അന്വേഷിക്കൂ. എന്നിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വല്യേട്ടൻ്റെ കണ്ണിൽ അയാൾ നല്ലവനാണെങ്കിൽ ഞാൻ പിന്നെ എതിര് പറയില്ല. അതായിരുന്നു അവൾ എനിക്ക് നൽകിയ മറുപടി. ഞാൻ അന്വേഷിച്ചു. അവന് പല പെൺകുട്ടികളുമായി വഴിവിട്ട ബന്ധമുണ്ട്. അവൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റിൽ താമസിക്കുന്ന അനുപമ, ശരിക്കും അവർ വിവാഹം കഴിഞ്ഞവരെ പോലെയാണ് ജീവിക്കുന്നത്. ഇത്രയൊക്കെ കള്ളത്തരം ചെയ്യുന്നവന് കള്ളത്തരത്തിലൂടെ തന്നെ വേണ്ടേ മറുപടി കൊടുക്കാൻ? അവസാനം പറയുമ്പോഴേക്കും മാധവിൻ്റെ മുഖത്ത് രോഷം നിറഞ്ഞിരുന്നു. തീർച്ചയായും അവന് പറ്റിയ പണി തന്നെ നമുക്ക് കൊടുക്കണം. അതേ ബാലു, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുവേണ്ട സ്ക്രിപ്റ്റെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ട് നാളുകളായി. അമ്മാവൻ മുന്നിട്ടിറങ്ങാൻ വേണ്ടിയാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. അയാൾ കല്യാണക്കാരൻ പറഞ്ഞു വരുന്നതിന് മുമ്പ് നമുക്ക് പിന്നാമ്പുറത്തെ കഥകൾ അറിയണം. അതിനുശേഷം ശിക്ഷയുടെ കാഠിന്യം കൂട്ടണോ കുറക്കണോ എന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നാളെ സാറ്റർഡേ അല്ലേ? ഞാൻ ഹൃദയയും കൂട്ടി വീട്ടിലേക്ക് പോകാമെന്ന് കരുതുക. അച്ഛനെയും അമ്മയെയും കാണണം. നഷ്ടപ്പെട്ടവരെ തിരിച്ചു കിട്ടിയതിനെക്കുറിച്ച് പറയണം. പറ്റുമെങ്കിൽ തിങ്കളാഴ്ച അവരെയും കൂട്ടി വരണം. അത് നല്ല തീരുമാനമാണ് മാധവ്. നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുകയെന്ന് പറയാൻ അറിയില്ലല്ലോ. ഒടുവിൽ മുന്നേ പറയാമായിരുന്നു, അവർക്ക് ഒരു നോക്ക് കാണിക്കാമായിരുന്നു എന്നെല്ലാം ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. കാളി പറയുന്നതാണ് ശരി മാധവ്. നാളത്തേതിൽ നിന്നും നീട്ടിവെക്കേണ്ട. നാളെ തന്നെ പുറപ്പെട്ടോ. എന്തായാലും പിറ്റേന്ന് തന്നെ മാധവ് ഹൃദയയും കൂട്ടി മലപ്പുറത്തേക്ക് തിരിച്ചു. തുടരും കഥയുടെ അടുത്ത ഭാഗം.